ക്രൂരകൃത്യങ്ങളും ഈ ലഹരി ഉപയോഗങ്ങളും വളരെ നിസ്സാരമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമാ രംഗങ്ങൾ അത് കുട്ടികളിലും യുവാക്കളിലും വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്, ലഹരിയോട് ആസക്തി വളർത്തുന്നുണ്ട്. അത് കണക്കിലെടുത്ത് ഇത്തരം സിനിമ നിർമ്മിക്കുന്നത് ഒഴിവാക്കാൻ സംഘടനകളുമായും നിർമ്മാതാക്കളുമായും ഉൾപ്പെടെ പ്രത്യേകമായ ചർച്ച നടത്തിയ ഒരു പരിശോധന നടത്തും. സിനിമാ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് നമ്മൾ അനുമതി നൽകുന്നത്. അതിൻ്റെ ഭാഗമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമുള്ളതിനാൽ സിനിമയുടെ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ പരിമിതികളുണ്ട്. ഇത്തരം പരാതികൾ സർക്കാർ സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സർ, കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ടവരുടെ യോഗം കൂടി. ഇത്തരത്തിലുള്ള സിനിമകളെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അത് തത്വത്തിൽ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ മയക്കുമരുന്ന് ദുരുപയോഗം, അക്രമവാസന പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ പ്രവണതകൾ സിനിമകൾ പ്രദർശിപ്പിക്കാൻ തടയുന്ന കാര്യത്തിലും അതുപോലെ തന്നെ OTT പ്രദർശിപ്പിക്കുന്ന സിനിമകൾക്ക് സെൻസറിംഗ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു. കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ അടിയന്തരമായി കൊണ്ടുവന്നിട്ടുണ്ട്. സെൻസർ ബോർഡിൻ്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യം സഭയെ അറിയിക്കും.